140-150 മൈൽ വേഗത്തിൽ 20 മീറ്റർ അകലെ നിന്ന് ചീറിയെത്തുന്ന പന്ത് കണ്ണു ചിമ്മി തുറക്കും മുൻപ് അതിർത്തി കടത്തുന്ന വിരാട് കോഹ്ലി നേർരേഖയിലേക്കുന്ന ആ കണ്ണും കൈയും ഉടലും മസ്തിഷ്കവും ചേർന്ന് ഒരു സെക്കൻഡിനെയാണ് ഛിന്നഭിന്നമാക്കുന്നത്. കാര്യം പിടികിട്ടി ആരവങ്ങൾ ഉയർത്താൻ ഗാലറികൾക്ക് 3-4 സെക്കൻഡ് വേണ്ടിവരും. അതാണ് കണ്ടാനന്ദിക്കുന്ന കാണികളും കൊടുത്താനന്ദിക്കുന്ന കോഹ്ലിമാരും തമ്മിലുള്ള അകലം. പ്രതിഭയുടെ പ്രകാശവർഷങ്ങൾ. ക്രിക്കറ്റിലെ പന്ത് തോന്നിയാസിയാണ്, ഒരിക്കലും നേരെ വരില്ല. ബൗളറുടെ കയ്യിൽ നിന്ന് വിടും വരെയുള്ളൂ അതിന്റെ നിർജീവത. പിന്നെ അത് കിന്നരിക്കും, ചീറും, ചൂളം കുത്തും, കറങ്ങിത്തിരിഞ്ഞ് പ്രലോഭിപ്പിക്കും, ക്രീസിന് പുറത്തേക്ക് വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് നിഷ്കരുണം പരിഹസിക്കും, പദം പറയും, പ്രണയിക്കും, പേടിച്ചോടും. ഒരു കാമുകിയെ പോലെ, ഒരു ശത്രുവിനെ പോലെ, നിഷേധിയായ കുറുമ്പനെ പോലെ, എന്തിനും കൂടെ നിൽക്കുന്ന സുഹൃത്തിനെ പോലെ ബാറ്ററെ വികാരം കൊള്ളിക്കും. സെക്കൻഡിന്റെ ഒരംശത്തിൽ ആ വികാരം തിരിച്ചറിഞ്ഞ് ശമിപ്പിക്കുന്ന പ്രതിഭാസമാണ് ബാറ്റർ. വെറും ബാറ്ററല്ല, ക്രീസിലെ കിങ്. 14 വർഷമായി ആ രാജാവിന് പേര് കോഹ്ലി, ക്രിക്കറ്റിലെ വിരാട് പുരുഷൻ. ക്രിക്കറ്റ് കണക്കിന്റെ കളിയാണെന്ന് പറയാറുണ്ട്. റെക്കോർഡുകളുടെയും നാഴികക്കല്ലുകളുടെയും അതിപ്രസരം. പലപ്പോഴും കളിയുടെ മനോഹാരിതയെ മറയ്ക്കും വിധമാണ് കണക്കെഴുതിയ വൻമതിൽ ഉയർന്നു നിൽക്കുക. വിരാട് കോഹ്ലി, കപിൽ ദേവ്, സൗരവ് ഗാംഗുലി, സച്ചിൻ ടെണ്ടുൽക്കർ, രോഹിത് ശർമ്മ, വീരേന്ദർ സെവാഗ്, ബ്രയൻ ലാറ, വിവിയൻ റിച്ചാർഡ്, ക്രിസ് ഗെയിൽ, ഡേവിഡ് ഗവർ, ഇയാൻ ബോതം, റിച്ചാർഡ് ഗാഡ്ലി തുടങ്ങിയ പ്രതിഭകൾ ക്രീസിലെത്തുമ്പോൾ നമ്മൾ അറിയാതെ കണക്ക് ക്ലാസ്സിൽ നിന്ന് പുറത്തു കടക്കും. ഒരു ഭാവഗീതം പോലെ ഒഴുകുന്ന സാഹിത്യ സൗകുമാര്യങ്ങളിലേക്ക് ചിറകു വിടർത്തും. അഴീക്കോട് മാഷിന്റെ, MN വിജയൻ മാഷിന്റെ, KP അപ്പൻ സാറിന്റെ ക്ലാസ്സിലെന്നോണം നമ്മൾ ലയിക്കും. അറിയാതെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കും. ആരവങ്ങളുടെ ചുവപ്പ് പരവതാനി വിരിക്കും. ആനന്ദത്തിൽ ആറാടും. ഒടുവിൽ വായുവിലുയരുന്ന ഒരു ചൂണ്ടവിരലിനെ നമ്മൾ ശപിക്കും. വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിന്റെ കളം വിടുമ്പോൾ കണക്കുകൾ മാത്രമല്ല ബാക്കിയാവുന്നത്, ബാറ്റിംഗ് സൗന്ദര്യത്തിന്റെ അഴകളവുകൾ കൂടിയാണ്. തീർച്ചയായും സംസാരിക്കുന്ന കണക്കുണ്ട്. 123 ടെസ്റ്റ്, 210 ഇന്നിംഗ്സ്, 9230 റൺസ്, 46.85 ശരാശരി, 30 സെഞ്ചുറി, 31 അർദ്ധ സെഞ്ചുറി, 121 ക്യാച്ച്, ടെസ്റ്റിൽ കൂടുതൽ ഇരട്ട സെഞ്ചുറികൾ നേടിയ ഇന്ത്യക്കാരൻ, രാജ്യത്തെ നയിച്ച 68 ടെസ്റ്റുകളിൽ 40 വിജയങ്ങളുടെ അനന്യത. കണക്കിൽ അഭിരമിക്കുന്നവർ 10,000-ലേക്കുള്ള 770 റൺസിന്റെ കുറവിൽ വിലപിക്കും. കളിയടകിന്റെ ആരാധകരാകട്ടെ ആ ക്ലാസിക് ഷോട്ടുകളുടെ വഴിത്താരകൾ പേർത്തും ചികഞ്ഞ് വിഷാദിക്കും. ആ വിഷാദത്തിന്റെ പിറകിൽ ആനന്ദത്തിന്റെ തേൻതുള്ളി അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. എല്ലാ പ്രതിഭകളും അവശേഷിപ്പിക്കുന്ന തേൻ മധുരം. ഇനി അവശേഷിക്കുന്നത് ഏകദിന മത്സരങ്ങളാണ്. 14,181 റൺസിലെത്തിയ പൂമഴക്കാലം അടുത്ത ഏകദിന ലോകകപ്പ് വരെ തുടരുമായിരിക്കും. സച്ചിന്റെയും കുമാർ സംഗക്കാരയുടെയും നേട്ടങ്ങൾ വെല്ലുവിളിയായി മുന്നിലുണ്ട്. പൂർണ്ണമായും വിരമിക്കും മുൻപൊരു ലോക കിരീടവും. ബാറ്റുകൊണ്ടും വാക്കുകൊണ്ടും എതിരാളികളെ ഗാലറിക്കപ്പുറത്തേക്കും പറത്താൻ കെൽപ്പുള്ള കരളുറപ്പിന്റെ, നെഞ്ചൂക്കിന്റെ യുഗം കൂടിയാണ് മായുന്നത്. ഫോമിലുള്ളപ്പോൾ വാനോളം, കളി പിഴച്ചാൽ പഴിയോളം. അതാണ് ആരാധകരുടെ കണക്ക്. ഉയർച്ചയുടെ വാരിക്കുഴികൾ ഒഴിവാക്കാൻ സമചിത്തത വേണം. താഴ്ചയുടെ ചവിട്ടടികളിൽ നിന്ന് കുതിച്ചുയരാൻ കരളുറപ്പും. രണ്ടും വേണ്ടുവോളം ഉണ്ടായിരുന്നു കിങ് കോഹ്ലിക്ക്. കണക്കുകൾ മറക്കാം. അഴകൊഴുകിയ ആ ബാറ്റിനെ, ബാറ്റിന് പിന്നിലെ സിദ്ധിയെ, സിദ്ധിക്ക് പിന്നിലെ സമർപ്പണത്തെ നമിക്കാം. 14 വർഷമായി നമ്മെ ആഹ്ലാദിപ്പിക്കുന്ന ആ മഹാപ്രതിഭയ്ക്ക് വേണ്ടി ഹൃദയം നിറഞ്ഞ് കൈയടിക്കാം. കിങ് കോഹ്ലി നീണാൽ വാഴട്ടെ.